ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുക. അതും സെയിൽ അപ് ടു 60% വരെ ഉണ്ട് കേട്ടോ. ആമസോൺ സർവീസ് സെയിൽ. അപ്പോൾ ലേറ്റസ്റ്റ് കളക്ഷനും അത് ഫാഷൻ കാറ്റഗറിയിലൊക്കെ പറയുമ്പോൾ ട്രെൻഡി കളക്ഷൻസ്, ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെയും നമുക്ക് ഈ ഒരു 60% ഓഫിലൊക്കെ ഉണ്ട്. ഇനി ഏതിലാണ് കിട്ടുക, എന്തിലാണ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യണത് ഏതിലും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനാകെ നമുക്ക് ഒരു 5 കുർത്തി സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 5 കുർത്തിക്ക് നല്ല ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോണത്. ഇനിയിപ്പോൾ ലൈവ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈവ് തന്നെ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു എത്ര പ്രൈസ് ഉണ്ടെന്ന് നമുക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഇപ്പോഴത്തെ റേറ്റ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുണിയുടെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിന് കറക്റ്റ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കളക്ഷൻ വെച്ചിട്ട് തന്നെ തുടങ്ങാം അല്ലേ. ഫസ്റ്റ് കളക്ഷൻ ഇൻഡോറ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും ഒരു ഹരാണ്, സ്ലീവ്ലെസ്, അതും കോട്ടണിൽ. ഒരു ഇത് ഷെയ്ഡ് വൈസ് നോക്കായാലും എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കാഷ്വലായിട്ട് പോകാനും അങ്ങനെ ഓഫീസ് വരണമായാലും അങ്ങനെയൊക്കെ പോകാനായിട്ട് പറ്റിയൊരു കളക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഫിറ്റിങ് കറക്റ്റായിട്ട് വന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ ഉടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ പോർഷൻ കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി. ആ പ്രശ്നമേ അല്ല. നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. പിന്നെ എലൈനാണ് കേട്ടോ ഇതിൻ്റെ ഫിറ്റിങ് വരുന്നത്. 2 പീസാണ് ഇത് കളക്ഷൻ, അതാദ്യം പറയട്ടെ. 2 പീസ് കോട്ടൻ്റെ മെറ്റീരിയലിൽ, അതുപോലെ തന്നെ എലൈനാണ്, സൈഡ് കട്ടൊന്നും ഇല്ല. വർക്ക് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ കാണുന്നതൊക്കെ പ്രിൻ്റ് അല്ല, ഫുൾ എംബ്രോയ്ഡറി ആണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ 1-2 തയ്ക്കൽ തയ്ച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ഫിറ്റ് അവിടെ കിടക്കും. ഇനി സ്ലീവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്ലീവ് അകത്ത് കൊടുത്തിട്ടില്ല, വേറെ അറ്റാച്ച് ചെയ്യാനായിട്ടില്ല. പിന്നെ നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട്, 2 സൈഡ് പോക്കറ്റ് ഇല്ല, ഒരു സൈഡ് പോക്കറ്റുള്ള, അതുതന്നെ ധാരാളം. എന്തായാലും എനിക്കിഷ്ടമായി. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതെന്തായാലും ഞാൻ തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ പോകുന്നില്ല. ഓൾട്ടർ ചെയ്ത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കും. പാൻറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ, സെയിമാണ്. പിന്നെ കളറും നല്ല കളറാണല്ലോ, കോട്ടൺ ആണ് മെറ്റീരിയൽ. പിന്നെ ആർക്കും ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. സൈസ് ഉണ്ടോന്ന് വേഗം തന്നെ ഇപ്പോൾ തന്നെ പോയി നോക്കിക്കോട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. ഗോസറിക്ക് ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യോക്ക് പോർഷനാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. പിൻടെക്സ് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ എംബ്രോയ്ഡറി, ഓവറോൾ എംബ്രോയ്ഡറി ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അതിൻ്റെ ദാമിൻ്റെ പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതേ ഡീറ്റെയിലിംഗ് നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ്. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ. പാൻറ്റ് സെയിം ഹാസ് യൂഷ്വൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട, പ്ലെയിൻ ദുപ്പട്ടയാണ്. പ്ലെയിൻ ദുപ്പട്ട തന്നെ ഇതിന് ധാരാളം, കാരണം എന്ന് വെച്ചാൽ ഇത്രയും വർക്ക് ആ ഒരു പിൻടെക്സിൻ്റെ ഡിസൈനിൽ ഈ ഒരു പ്ലെയിൻ ദുപ്പട്ട തന്നെ ആപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും സെയിം ആ ഒരു കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. അതിനനുസരിച്ചിട്ടുള്ള റേറ്റും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റേറ്റാണ്. ഒരു 600 സംതിങ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ആ ഒരു കളക്ഷൻ, ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു 3 പീസിൻ്റെ കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഗോസറിക്ക് ബ്രാൻഡാണ് കേട്ടോ. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പോൾ പിന്നെ ഈ ചെറിയൊരു ലൂസ്, അത് ആ ലൂസ് നല്ല ലൂസാണ് കേട്ടോ. അത്ര വലിയ വൃത്തിയോടെയുള്ള ലൂസെന്നൊന്നും പറയാനില്ല. എന്തായാലും അടിപൊളി ഒരു കളക്ഷനാണ്. റേഞ്ച് ഇത്രയല്ലേ ഉള്ളൂ. 3 പീസിൻ്റെ നല്ല അടിപൊളി സെറ്റാണ്, അതും കോട്ടൻ്റെ. കോട്ടൺ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയ്റ്റ് കോട്ടണിൽ 60 കോട്ടൺ എന്നൊക്കെ പറയില്ലേ. ഒരുവിധം മിക്ക പെണ്ണുങ്ങളുടെ കയ്യിൽ ഈ ഒരു കളക്ഷൻസ് ഉണ്ടാവും. ഇത് പണ്ടേ തൊട്ട് ട്രെൻഡാണ്, അന്ന് ഇപ്പോഴും ട്രെൻഡാണ്. ഇനി ട്രെൻഡ് ഇതിൻ്റെ പോകാനും പോകണില്ല കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 പീസിൻ്റെ സെറ്റ്, സ്ട്രേറ്റ് ഫിറ്റാണ് ടോപ്പ് വരുന്നത്. പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. പാച്ച് വർക്ക് വരുന്നത് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലാണ് ഇതിൻ്റെ പോക്കറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ പാൻറ്റിൽ ഇതിന് പോക്കറ്റ് വരുന്നില്ല. ഇനി പാച്ച് വർക്കിൻ്റെ സെയിം ക്ലോത്തിൽ തന്നെ നമുക്ക് പാൻറ്റിൽ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. പാൻറ്റ് അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫിറ്റിങ് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു തൈര പോർഷനിലൊക്കെ ആ ഒരു ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. പിന്നെ അഫ്കോഴ്സ് നല്ല അടിപൊളി ദുപ്പട്ട, മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട, ഫുൾ ഈ ഒരു പ്രിൻറ്റോട് കൂടിയിട്ടാണ്. ഇതൊക്കെ എന്താ പറയുക, എല്ലാവരുടെയും കയ്യിൽ വാൾഡ്രോപ്പിൽ ഇത് കാണും. ഒന്നില്ലെങ്കിൽ ഈ കളറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറോ, അങ്ങനെ കളറുകൾ മാറിക്കൊണ്ട് നമ്മുടെ വാൾഡ്രോപ്പ് ഒന്ന് തപ്പി നോക്കിയാൽ കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ ഇത് മേടിക്കാനുള്ള ലിങ്ക് എന്ന് പറയാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് പോണത് ആമസോൺ സൈറ്റിലേക്ക് തന്നെയാണ്. ഇനി ഞാൻ മേടിച്ച റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ കാണാം, കാരണം എപ്പോഴും സെയിലുള്ളത് കൊണ്ട് തന്നെ റേറ്റ് കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. ലാർജാണ് കേട്ടോ, സൈസ് മിസ് ചെയ്യണ്ട. സെയിലാണ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നതിനേക്കാളും മുന്നേ വേഗം മേടിച്ചോ.
ത്രീ പീസിൻ്റെ നല്ല അടിപൊളി സെറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എപ്പോഴും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്കാണ്. കൂടുതൽ മറൂൺ, ഗ്രീൻ, റാണി പിങ്ക്, ബ്ലാക്ക് അങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ. ലൈറ്റ് ഷെയ്ഡ് സത്യം പറയാന്ന് വെച്ചാൽ എടുക്കാൻ പേടിയായിരുന്നു. നമ്മുടെ ഫേസിലത്തെ കളർ കുറയോ, കാണാൻ ഭംഗിയുണ്ടാവോ, ക്യാമറയിൽ എങ്ങനെയുണ്ടാവും. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കെയറിങ് കൂടുതൽ വേണം. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ തെറ്റിദ്ധാരണകൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടോ. ഇത് കളർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ആ ഒരു ബ്രൗൺ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. കളർ കോമ്പിനേഷനാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. അതിനേലും ഉപരി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കറക്റ്റ് ഫിറ്റിംഗ്, ഷേപ്പ് അതൊക്കെ തന്നെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ആ ഒരു കളക്ഷനാണ് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് വരുന്നത് നമുക്ക് സ്ട്രെയിറ്റ് ഫിറ്റിലാണ്, ഖാദി കോട്ടൺ മെറ്റീരിയലിൽ. പിന്നെ ഇതിൽ വീനെക്ക് വന്നിട്ടുണ്ട്. വീനെക്കിൽ എംബ്രോയ്ഡറിയുടെ ഡിസൈൻ, കളർ കോമ്പിനേഷൻ ഈ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ വന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഭംഗിയായിട്ട്. അത് ചിലപ്പോൾ ബ്ലാക്ക് ആയാലും ഭംഗിയാവും ആ ഒരു കളർ കോമ്പിനേഷനിൽ. എന്തായാലും ഓവറോൾ ലുക്ക് അടിപൊളിയാണ്. വെയർ ചെയ്യുമ്പോഴും നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇത് ഖാദി കോട്ടൺ ആയതുകൊണ്ട് കുറച്ച് തിക്കാണ്. പക്ഷെ അതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാലും നമുക്കിത് ഇവിടം വരയ്ക്ക് ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് ഇവിടെ വരെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ചെറിയ ബൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ ആ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക്. പിന്നെ പാൻറ്റ് നോർമൽ ഒരു പ്ലെയിൻ പാൻറ്റാണ്, വൺ സൈഡ് പോക്കറ്റ്. പിന്നെ എടുത്ത് പറയാനുള്ളത് ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ട ദുപ്പട്ടയിൽ ബ്രൗൺ ഷെയ്ഡിൻ്റെ ഇങ്ങനെ ഒരു ഡിജിറ്റലിൻ്റെ വർക്ക് കേട്ടോ. ഇതിനും നല്ല ലെങ്ത് ഉണ്ട്. ഇത് ഞാൻ വേണോ വേണ്ടേ അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം. പോയാൽ പോയി കിട്ടിയാൽ കഴിയാം. എന്തായാലും നമുക്ക് പോയാൽ പോയിന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ആമസോണിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സൈസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നോ ഇഷ്യൂ. അപ്പോൾ രണ്ട് കൽപ്പിച്ച് മേടിച്ചത് തന്നെയാണ് കേട്ടോ. എന്തായാലും തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കുക, വെക്കണമെങ്കിൽ വെക്കുക. എന്തായാലും ഞാനിത് വെക്കാനാണ് തീരുമാനിച്ചു. ലാർജാണ് സൈസ് വരുന്നത്. ഹൈലി റെക്കമെൻഡ് പീസ്. എത്നിക് ജംഗ്ഷൻ എന്നുള്ള ബ്രാൻഡിൽ നിന്ന് 3 പീസ് കളക്ഷൻ. സത്യം പറഞ്ഞത് വേടിക്കണോ വേണ്ടേ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ രണ്ടും കൽപ്പിച്ചത് മേടിച്ചത്. മേടിക്കാനുള്ള റീസൺ വേറെ ഒന്നല്ല, ഈ ഡ്രസ്സിൻ്റെ ഭംഗി കണ്ടിട്ടല്ല. സത്യം പറയുകയാണെങ്കിൽ ഈ ദുപ്പട്ടയുടെ ഭംഗി കണ്ടിട്ടാണ്. ദുപ്പട്ട എന്ന് പറയുമ്പോൾ സിൽക്ക് മെറ്റീരിയലിൽ ഫുൾ ഓവറോൾ ബാന്തിനി ടച്ചായിട്ട് വരുന്ന ഒരു കളക്ഷൻ. ഇത് ഒറ്റയ്ക്ക് നമ്മൾ സിംഗിൾ പീസ് മേടിക്കാൻ പോയാലും നല്ലൊരു കാശ് കൊടുക്കണം. ആ സ്ഥാനത്ത് നമുക്ക് 3 പീസ് കളക്ഷൻ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റിയ റേഞ്ചിൽ കിട്ടാമെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞത് പിക്ക് ചെയ്തത്. ഇനി ടോപ്പ് ആൻഡ് ബോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് വരുന്നതും കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ കോട്ടൺ, നല്ല കോട്ടനും അല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു കോട്ടൺ. അതേ സംഭവം വെച്ചാൽ ക്വാളിറ്റി കുഴപ്പമില്ല. പക്ഷേ ഇത് അലക്കി കഴിഞ്ഞാൽ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈസ് അപ്പ് എടുത്താൽ മതി കേട്ടോ. ബാക്കി ഇപ്പം ഞാൻ ഇട്ടേക്കണത് ഹെസിറ്റി ഇപ്പം ഇങ്ങനെ പെർഫെക്റ്റ് ആണ്. കോട്ടൺ മെറ്റീരിയൽ അതിൽ യോക്കിൽ വരുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. യോക്കിൽ എംബ്രോയ്ഡറിയുടെ വർക്ക്, അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിങ്. സ്ലീവ് ആസ് യൂഷ്വൽ 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ആണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ പട്ടാൻ സ്റ്റൈലിലാണ് കേട്ടോ. കുറച്ച് ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു പണ്ടത്തെ സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ പാൻറ്റ് പണ്ടത്തെ അഫ്ഗാനി സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, ചിലരിപ്പോഴും ഇങ്ങനത്തെ ഒരു പാൻറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു ദുപ്പട്ടക്കാരനാണ് ഞാനിത് എടുത്തത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. ലാർജല്ല നമുക്ക് മേടിക്കേണ്ടത്. ലാർജ് സാധാരണ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സൽ മേടിച്ചാൽ മതി. കാരണം ചുരുങ്ങാനായിട്ട് നല്ല ചാൻസ് ഈ ഒരു ടോപ്പിനും ബോട്ടത്തിനും കാണുന്നുണ്ട്. ദുപ്പട്ട നോ ഇഷ്യൂ, അടിപൊളി ക്വാളിറ്റിയാണ്, വേറെ ഒന്നും പറയില്ല. എത്നിക് ജംഗ്ഷൻ എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. ലാർജാണ് ഞാൻ വരച്ചിരിക്കുന്നത്. സൈസ് കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ മതി. ഇപ്പോഴത്തെ എക്സാക്റ്റ് പ്രൈസ്, അതുപോലെ എത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്, എത്ര സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ കാണിച്ച കളക്ഷൻസ് ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ ഇതിന് സാമ്യമായിട്ടാണ് വേറെ കളേഴ്സ് കാര്യങ്ങളൊക്കെ കാണുമെങ്കിൽ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സെയില് മിസ് ചെയ്യേണ്ട. 23-ാം തീയതി വരെയാണ് ഈ ഒരു സെയിലുള്ളത്. ഡിസംബർ 18-ാം തീയതി തൊട്ട് 23-ാം തീയതിക്ക് ഉള്ളിൽ നമുക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടും. അതും അപ് ടു 60% വരുന്നത്. അതിന് ഒരു ദിവസം മുന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പ്രൈം ഡേ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു സെയിലുണ്ട് കേട്ടോ. അപ്പോൾ 60%. അപ്പോൾ ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണോടെയും കൂടുതൽ മേടിക്കാമെന്നേ, 60% ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. ബൈ.